ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിലെ 3 ജില്ലയുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരമ്പല്ലൂർ, അരിയല്ലൂർ, കടല്ലൂർ. തിരുവനന്തപുരത്തു നിന്നും പെരമ്പല്ലൂർ ജില്ല വരെ 503 കിലോമീറ്ററാണ് ദൂരം. ഞാൻ ട്രിച്ചിയിൽ നിന്നും തിരിക്കുമ്പോഴേക്കും മണി 11:40 കഴിഞ്ഞിരുന്നു. 57 കിലോമീറ്ററാണ് ട്രിച്ചി ടു പെരമ്പല്ലൂർ ഡിസ്ട്രിക്റ്റ് വരെയുള്ള ദൂരം. ഇതാണ് പെരമ്പല്ലൂർ ടൗൺ. ട്രിച്ചിയുടെ ഭാഗമായിരുന്ന പെരമ്പല്ലൂർ 1995 പ്രത്യേക ജില്ലയായി മാറിയത്. പെരുംപുലിയൂർ എന്ന പേരാണ് പിൽക്കാലത്ത് പെരമ്പല്ലൂർ ആയി മാറിയത്. നിറയെ പുലിയുള്ള സ്ഥലം എന്നാണ് പെരുംപുലിയൂറിൻ്റെ അർത്ഥം. ആർക്കോട്ട് നവാബും ടിപ്പു സുൽത്താനും പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരും ഈ പ്രദേശം ഭരിച്ചിരുന്നു. കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന ഈ ജില്ലയിൽ ഉള്ളി, കപ്പലണ്ടി, കരിമ്പ്, കശുവണ്ടി എന്നിവ കൃഷി ചെയ്യുന്നു. ചെറിയ ഉള്ളി ധാരാളം കൃഷി ചെയ്യുന്നതിനാൽ പെരമ്പല്ലൂരിനെ ഓണിയൻ ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാട് എന്നും അറിയപ്പെടുന്നു. പെരമ്പല്ലൂർ ടൗണിൽ നിന്നും 16 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന രഞ്ചംകുടി ഫോർട്ടാണ് പെരമ്പല്ലൂരിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണം. ചെന്നൈ ബൈപ്പാസ് റോഡിൽ പെരമ്പല്ലൂർ ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ നമുക്ക് രഞ്ജൻ കോട്ട കാണാൻ കഴിയും. 17-ാം നൂറ്റാണ്ടിൽ വിജയനഗര നായക രാജവംശം നിർമ്മിച്ച ഈ കോട്ട പിൽക്കാലത്ത് നവാബുമാർ പിടിച്ചെടുക്കുകയുണ്ടായി. ചെത്തിയ കല്ലുകൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടയുടെ ചുറ്റും കിടങ്ങുകളും കൊത്തളങ്ങളുമാണ്. പേരമ്പൂർ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടയാണ് ഈ രഞ്ജൻ കോട്ട എന്ന് പറയുന്നത്. ഈ കാണുന്ന രഞ്ജൻ കോട്ട ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് രഞ്ജൻ കോട്ട. ഇത്രയും സ്ഥലങ്ങളിലുണ്ട് രഞ്ജൻ കോട്ട. ഇവിടെ ഇപ്പം വലുതായിട്ടൊന്നും അപ്കീപ്പിംഗ് ഒന്നും നടക്കുന്നില്ല, എന്നാലും ആളുകളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. രഞ്ജൻ കോട്ട കാണുന്നതിനായി ഞാൻ ചുറ്റി നടന്നപ്പോൾ അവിടെ എനിക്കൊരു സുഹൃത്തിനെ കിട്ടി. എൻ്റെ ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൂടിയതാണ്. പേര് മാരിമുത്തു. തിരിച്ചു പോരാൻ സമയത്ത് അണ്ണേ ചായക്കുള്ള കാശ് കൊടുക്കുന്ന അപ്പോഴാണ് മനസ്സിലായത് അവിടെ വരുന്നവർക്ക് ഇതുപോലെ ഫോട്ടോ എടുത്തു കൊടുത്ത് അതുവഴി പോക്കറ്റ് മണി ഉണ്ടാക്കുകയാണ് പയ്യൻ്റെ പരിപാടിയെന്ന്. പെരമ്പല്ലൂരിലെ രഞ്ചംകുടി കോട്ട കണ്ടു കഴിഞ്ഞപ്പോൾ മണി 1:45. പെരമ്പല്ലൂർ ജില്ലയിൽ മറ്റ് കാഴ്ചകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അടുത്ത ജില്ലയായ അരിയല്ലൂരിലേക്ക് യാത്ര തിരിച്ചു. പെരമ്പല്ലൂരിൽ നിന്നും 30 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് അരിയല്ലൂർ എന്ന ജില്ല. മഹാവിഷ്ണു നിൽക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന ഹരി നിന്ദ്ര ഊർ എന്ന പേരിൽ നിന്നും അരിയല്ലൂർ എന്ന പേരുണ്ടായത്. ചുണ്ണാമ്പുകല്ല് ധാരാളം ലഭിക്കുന്ന ഈ ജില്ല 2007 പെരമ്പല്ലൂർ ജില്ലയിൽ നിന്നും രൂപം കൊണ്ടതാണ്. ഈ ജില്ലയിൽ മാത്രം 7 സിമൻറ്റ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അരിയല്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കലിയുഗ വരദരാജ പെരുമാൾ ക്ഷേത്രം. അരിയല്ലൂർ ജില്ലയിലെ കല്ലംകുറിച്ചി എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം കലിയ പെരുമാൾ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 250 വർഷങ്ങൾക്ക് മുമ്പ് മങ്ങാൻ എന്ന കർഷകന് തൻ്റെ നഷ്ടപ്പെട്ട പശുവിനെ കണ്ടെത്തുന്നതിനായി മഹാവിഷ്ണു ഒരു ദിവ്യസ്തംഭമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വിഗ്രഹത്തിന് പകരം 12 അടി ഉയരമുള്ള തടി തൂണാണ്. ഈ ക്ഷേത്രത്തെ ഏഴകളുടെ തിരുപ്പതി എന്ന പേരിലും അറിയപ്പെടുന്നു. കലിയുഗത്തിൽ ഭക്തരെ സംരക്ഷിക്കുന്നതിനായി പെരുമാൾ ഇവിടുത്തെ സ്തംഭത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. അരിയല്ലൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരത്തുള്ളത്. സമയക്കുറവ് കാരണം ഞാൻ ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് പോയില്ല. അരിയല്ലൂരിൽ നിന്നും എൻ്റെ അടുത്ത ലക്ഷ്യം കടലൂർ എന്ന അടുത്ത ജില്ലയാണ്. അരിയല്ലൂരിൽ നിന്നും 127 കിലോമീറ്ററാണ് കടലൂരിലേക്കുള്ള ദൂരം. കൂടല്ലൂർ അല്ലെങ്കിൽ കടല്ലൂർ ഡിസ്ട്രിക്റ്റിലെ വേപ്പൂർ എന്ന സ്ഥലത്താണ് വേപ്പൂർ എന്ന സ്ഥലത്താണ്. ഗഡിലം, പെന്നിയാർ, പരവനാർ എന്നീ 3 നദികൾ ഒരുമിക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന കൂട്ടൽ ഊര് എന്ന പേരിൽ നിന്നുമാണ് കുടല്ലൂർ എന്ന പേര് ഉണ്ടായത്. ചിദംബരം നാഗരാജ ക്ഷേത്രം, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, അണ്ണാമലൈ സർവകലാശാല എന്നിവയെല്ലാം ഈ ജില്ലയിലുള്ളതാണ്. ഷുഗർ ബൗൾ ഓഫ് തമിഴ്നാടു എന്നും ഈ ജില്ലയെ അറിയപ്പെടുന്നു. ഒരിക്കൽ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമായിരുന്നതിനാൽ കടലൂരിലെ പല ഭാഗങ്ങളും ഇന്നും ബ്രിട്ടീഷ് പേരുകളിൽ അറിയപ്പെടുന്നു. ക്ലൈവ് സ്ട്രീറ്റ്, വെല്ലിംഗ്ടൺ സ്ട്രീറ്റ്, സ്ലോപ്പർ സ്ട്രീറ്റ്, റോപ്പ് സ്ട്രീറ്റ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്.
കടലൂരിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ് അവിടുത്തെ സിൽവർ ബീച്ച്. ഏഷ്യയിലെ നീളം കൂടിയ ബീച്ചുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ബീച്ചാണിത്. കടലൂരിലെ മറ്റ് പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ ഫോർട്ട് സെൻറ്റ് ഡേവിഡ്, ദേവനാഥ സ്വാമി ടെമ്പിൾ, പാടലീശ്വര ടെമ്പിൾ എന്നിവയാണ്. തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മുഴുവൻ കണ്ടുവരണമെങ്കിൽ കുറഞ്ഞത് ഒരു ജില്ലയിൽ ഒരു ദിവസമെങ്കിലും ചെലവഴിക്കണം. അതിനാൽ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ ഞാൻ അടുത്ത ജില്ലയിലേക്കുള്ള എൻ്റെ യാത്ര തുടർന്നു. 3 ജില്ലകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു ജില്ലയുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്